ഹലോ മക്കളെ, ഈ വർഷത്തെ ക്രിസ്മസ് പരീക്ഷയുടെ ടൈം ടേബിളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ചെറിയൊരു കാര്യമുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ എത്ര പഠിച്ചാലും ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടാൻ സാധ്യതയില്ല. അതെന്താണെന്നുള്ളതാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ടൈം ടേബിൾ നോക്കിയവർക്കറിയാം, ശ്രദ്ധിച്ച് നോക്കിയവർക്കറിയാം, ഈ 3 സബ്ജക്ട്സ് കുറച്ച് പ്രശ്നക്കാരാണ്. ഇംഗ്ലീഷ്, കെമിസ്ട്രി ആൻഡ് ബയോളജിക്കാർക്ക് ബയോളജി. അതെന്തുകൊണ്ടാണ്? ഈ സബ്ജക്ട്സ് നിങ്ങൾ നേരത്തെ പഠിച്ചില്ലെങ്കിൽ, അതായത് നേരത്തെ എല്ലാ സബ്ജക്റ്റും പഠിക്കണം, പക്ഷേ നേരത്തെ തന്നെ ഈ സബ്ജക്റ്റിൻ്റെ റിവിഷൻ അടക്കം എക്സാമിൻ്റെ തലേന്ന് നമ്മൾ ചെയ്യുന്ന പരിപാടിയില്ല, അത് നേരത്തെ നിങ്ങൾ ചെയ്തു വെച്ചില്ലെങ്കിൽ ഒരു പക്ഷേ ഈ സബ്ജക്ട്സ് നിങ്ങൾക്ക് കുഴപ്പമുണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ കാരണം വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇംഗ്ലീഷിൻ്റെ കാര്യം നോക്കാം. ഇംഗ്ലീഷ് വരുന്നത് നമ്മുടെ ഫസ്റ്റ് എക്സാം ലാംഗ്വേജ് ആണ്, സെക്കൻഡ് ലാംഗ്വേജ് ആണ്. അത് നമുക്ക് 2-3 ദിവസമൊക്കെ ഇരുന്ന് പഠിക്കാം. പക്ഷേ ഇംഗ്ലീഷിന് അവിടെ ഒരു ഗ്യാപ്പ് വരുന്നില്ല. നിങ്ങൾ പരീക്ഷ എഴുതി വരുന്നു, തൊട്ടടുത്ത ദിവസം തന്നെ എന്താണ് നിങ്ങൾക്ക് പരീക്ഷയാണ്. അപ്പോൾ ആഫ്റ്റർനൂൺ സെഷനിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ആഫ്റ്റർനൂണൊക്കെയാണ്. പക്ഷേ ആഫ്റ്റർനൂണൊക്കെ വന്ന് മടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇംഗ്ലീഷൊക്കെ എത്ര പഠിക്കും നിങ്ങൾ? അപ്പം നേരത്തെ നിങ്ങൾ കുറച്ച് അറ്റ്ലീസ്റ്റ് ചാപ്റ്റേഴ്സ് എങ്കിലും നിങ്ങൾ നേരത്തെ വായിച്ചു വെച്ചാൽ പ്രശ്നം തീരും. ബാക്കി ഡിസ്കോഴ്സിൻ്റെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ആ സമയത്ത് ഇരുന്ന് പഠിക്കാം. ചാപ്റ്റേഴ്സ് എങ്കിലും വായിച്ചു വെക്കുക, പറ്റുമെങ്കിൽ ഗ്രാമറും കൂടെ ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, ആ ഒരു 2 സിമ്പിൾ കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഇംഗ്ലീഷിൻ്റെ കാര്യം സെറ്റാണ്. അത് ചെയ്തില്ലെങ്കിൽ കുറച്ച് പ്രശ്നമായിരിക്കും. ഓക്കെ, കെമിസ്ട്രിയുടെയും സെയിം സിറ്റുവേഷൻ ആണ്. കാരണം മാത്സിൻ്റെ കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ ലീവ് ഉണ്ട്. ഫിസിക്സിലും നമുക്ക് അവിടെ ലീവ് വരുന്നുണ്ട്. ആ ലീവിൽ നമുക്കിരുന്ന് കുറച്ച് ബയോളജിക്ക് പഠിക്കാവുന്നതുമാണ്. പക്ഷേ എങ്കിലും ബയോളജിക്ക് ലീവില്ല. പക്ഷേ കെമിസ്ട്രി അതിനേക്കാൾ വലിയ പ്രശ്നമാണ്. കാരണം ഈ ലാംഗ്വേജ് വന്നു, ഇംഗ്ലീഷ് വന്നു, തൊട്ടടുത്തുനിന്ന് കെമിസ്ട്രിയാണ്. അപ്പോൾ എന്തായാലും കെമിസ്ട്രി നമ്മൾ നേരത്തെ പഠിച്ച് വെച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ പണി കിട്ടും. ഓക്കെ, പിന്നെ മാത്സും ഫിസിക്സും അത്ര കുഴപ്പമില്ല. ബയോളജിക്ക് വീണ്ടും ബയോളജിക്കാർക്ക് ഒരു ചെറിയ പ്രശ്നം വരുന്നതായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഫിസിക്സ് കഴിഞ്ഞ പാടെ തന്നെ ബയോളജിയാണ്. ഒബ്വിയസ്ലി നിങ്ങൾക്ക് എന്താണ് സാറ്റർഡേ ആഫ്റ്റർനൂൺ കഴിഞ്ഞുള്ള സമയം കുറച്ച് കിട്ടും, സൺഡേയും കിട്ടും. പക്ഷെ അത് തന്നെ ഫിസിക്സ് തന്നെ പഠിക്കാനുണ്ടാവും. ഓക്കെ, അപ്പോൾ ബയോളജി നിങ്ങൾ എന്ത് ചെയ്യണം? നേരത്തെ പഠിച്ചു വേണം. പിന്നെ കമ്പ്യൂട്ടർ സയൻസുകാരുടെ കാര്യം പറയണ്ട, ഇതിലും ഭാഗ്യമില്ലാത്ത വേറൊരു ടീംസ് ഉണ്ടാവില്ല. വെക്കേഷനൊക്കെ എൻജോയ് ചെയ്തിട്ടും പരീക്ഷ എഴുതേണ്ട അവസ്ഥയാണ് നിങ്ങൾക്ക്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എനിക്കറിയില്ല. പക്ഷേ ഇതാണ് നിങ്ങളുടെ റിയാലിറ്റി. ഓക്കെ, നമ്മൾ റിയാലിറ്റിയിൽ ജീവിക്കുക, അടിപൊളിയിൽ പഠിക്കുക. അപ്പോൾ ബേസിക്കലി പറയാൻ ഉദ്ദേശിച്ചത് ഈ സബ്ജക്ട്സ് മാത്രം നേരത്തെ പഠിച്ചാൽ മതി എന്നല്ല, എല്ലാ സബ്ജക്ട്സും നേരത്തെ പഠിക്കണം. പക്ഷേ എക്സാമിൻ്റെ തലേന്ന് ഉണ്ടാകുന്നൊരു പ്രക്രിയയില്ലേ, ആ സാധനം നിങ്ങൾ നേരത്തെ ഈ സബ്ജക്ട്സ് എങ്കിലും പഠിച്ച് തീർത്ത് വെക്കണം. റിവിഷൻ, ഫൈനൽ റിവിഷൻ അത് ചെയ്ത് വെക്കണം. അങ്ങനെ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററും പഠിക്കണമെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഒക്കെ വെച്ചിട്ട് എക്സ്ട്രാ ക്വസ്റ്റൻസിൻ്റെ ലൈവും കാര്യങ്ങളൊക്കെ വെച്ച് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ യു ആർ സ്റ്റിൽ നോട്ട് ലേറ്റ്. എക്സാമിനറുടെ ബാച്ചിലെ വാതിൽ ഇപ്പോഴും ഓപ്പൺ ആണ്. ജോയിൻ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. എപ്പോൾ ജോയിൻ ചെയ്താലും നിങ്ങളെ പഠിപ്പിക്കും. പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ശരിക്കും ഗുണം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ അഡ്മിഷൻ എടുക്കുക. താഴെ നമ്മുടെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് നമുക്ക് ക്രിസ്മസ് എക്സാം, അതിനുശേഷമുള്ള പബ്ലിക്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് നമുക്ക് തകർക്കണം. അത്രേ പറയാനുള്ളൂ. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.